ആ അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽ പ്രതിപക്ഷം ഇതിനു മുമ്പ് ഉയർത്തിയിട്ടുള്ളതും ഞങ്ങൾക്ക് ബോധ്യമുള്ളതുമായ ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൻവർ പറഞ്ഞ ആരോപണങ്ങളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് മന്ത്രിമാരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പലരുടെയും ഫോൺ ചോർത്തിയെന്നും ഫോൺ ചോർത്തൽ വ്യാപകമായി കേരളത്തിൽ നടക്കുന്നു എന്നും ഒരാരോപണം അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. മന്ത്രിമാരാരും ഞങ്ങളുടെ ഫോൺ ഇവിടെ പോലീസ് ചോർത്തിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിനെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആരും CPM പോലും ഇതുവരെ നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ മുഖ്യമന്ത്രിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ നിയമസഭയിൽ ഏറ്റുമുട്ടലുണ്ടായ ഒരു വിഷയവുമായി ഏറ്റെടുത്ത് അതിൻ്റെ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവന്ന് അതിൻ്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനങ്ങളും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ എന്നോട് വളരെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് വളരെ ഉത്തരവാദിത്വബോധത്തോടുകൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഫോൺ ചോർത്തുന്നുണ്ട്, നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കണമെന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ ഉന്നതരായിട്ടുള്ള വിശ്വസനീയമായ സോഴ്സിൽ നിന്നും എനിക്ക് സൂചന ലഭിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ അതിവ്യാപകമായി ഈ ഫോൺ ചോർത്തപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടും നിയമപരമായി പരിശോധിക്കുമ്പോൾ പോലീസിനാണ് അതിനുള്ള സാധ്യതയുള്ളത്. എന്തുതന്നെയായിരുന്നാലും ഞാനടക്കമുള്ളവരുടെ ഫോൺ ചോർത്തൽ ഇവിടെ സംഭവിക്കുന്നു എന്നത് ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആ ഒരു ഭാഗത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിയമപരമായിട്ടാണോ എന്ന് എനിക്കറിയാം, നിയമവിരുദ്ധമായിട്ടും അതിവ്യാപകമായി രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഫോൺ ചോർത്തൽ എന്നത് കേരളത്തിൽ അതിവ്യാപകമായി നടക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് അൻവർ പറഞ്ഞ ആരോപണത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഞങ്ങൾ കൂടി അതിൻ്റെ തടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ അതിവ്യാപകമായി ഉന്നത ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ അതുണ്ടാകാം, ഉന്നതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ അടക്കം ഫോൺ ചോർത്തൽ നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ കാര്യം ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സ്ഥിതിവിശേഷമുണ്ടായി. കേരളത്തിലെ ക്രമസമാധാന നിലയുടെ അവസ്ഥ എന്താണ് എന്ന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് ചേർന്ന് നിന്ന് PV അൻവറും KT ജലീലും കാരാട്ട് റസാഖ് അടക്കമുള്ളവർ ഇവിടെ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കേരള പോലീസിൽ സംഘിവൽക്കരണം അല്ലെങ്കിൽ RSSന് അനുകൂലമായ നിലപാടുകൾ കേരള പോലീസിൽ ഉണ്ടാകുന്നു, കേരള പോലീസിൽ സംഘിവൽക്കരണം നടക്കുന്നു എന്ന ഗുരുതരമായൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇതിനു മുമ്പ് പ്രതിപക്ഷവും ഞങ്ങൾ നിയമസഭയിലും പ്രതിപക്ഷ നേതാവും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിരുന്നു. ആ സംഭവം അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു കാര്യമാണ്. അതിന് ഏറ്റവും ഒടുവിലായി നമ്മുടെ മുമ്പിൽ ഒരു എക്സാമ്പിളായി അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്